ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു അടിപൊളി പിസ്ത കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഓവൻ ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ആദ്യം നമുക്ക് സ്പോഞ്ച് കേക്കിന് വേണ്ടിയിട്ടുള്ള മൈദ ഒന്ന് സിഫ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ ഒരു ബൗളിൻ്റെ മേലെ അരിപ്പ് വെച്ചിട്ട് ആ ബൗളിലേക്ക് അരിച്ചിട്ട് കൊടുക്കാം. ഒരു 1-2 പ്രാവശ്യം അരിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ കഴിയുന്നുണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ചെയ്യുക. അങ്ങനെ ഞാനിപ്പോൾ മൈദ നല്ലോണം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ച് വയ്ക്കാം. മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലുള്ളത് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ മുട്ടയിലേക്ക് ആദ്യം തന്നെ വാനില എസൻസ് ചേർത്തിട്ട് കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിനുണ്ടാവുന്ന മുട്ടൻ്റെ സ്മെല്ല് പോയി കിട്ടും. ഇനി നമുക്ക് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്തിട്ട് അതും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പം പഞ്ചസാര എടുത്തിട്ടുള്ളത് 1/4 കപ്പിലും കുറവായിട്ടാണ്, എന്നാൽ 1/2 കപ്പിലും കൂടുതൽ. ആ ഒരളവിലാണ് ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത്. നമുക്കിപ്പം 1/4 കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് അത് നല്ലോണം ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കുക. ഇനി സ്പോഞ്ച് കേക്കിലേക്ക് പിസ്തൻ്റെ ഫ്ലേവർ നല്ലോണം വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡിസാനോൻ്റെ പിസ്തയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള പിസ്തയാണ്, സോൾട്ടഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ കേക്കിൽ വേറെ സോൾട്ട് ചേർത്തിട്ടില്ല. ഇത്രയും പിസ്തയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അങ്ങനെ പിസ്തൻ്റെ തോടൊക്കെ എടുത്ത് വന്നപ്പം ഇത്രയാണുള്ളത്. അത് ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തേണ്. അധികം പൊടിയേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് ക്രഷായി വന്നാൽ മതി. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ മുട്ടൻ്റെ മിക്സിലേക്ക് കുറച്ച് പിസ്തൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ മിൽക്ക് ഷേക്കിലേക്കൊക്കെ യൂസ് ചെയ്യുന്ന പിസ്ത ഇലൈച്ചി മിക്സാണ്. അത് കുറച്ച് ചേർത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ചേർത്തപ്പോൾ ഒരു ലൈറ്റ് കളറേ ആയിട്ടുള്ളേനു. അപ്പോൾ ഞാൻ കളറിന് വേണ്ടിയിട്ട് ഒരു 2 ഡ്രോപ്പ് ഗ്രീൻ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ജെൽ കളറാണ്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ പിസ്ത ഇലൈച്ചി മിക്സ് ചേർക്കുമ്പോൾ തന്നെ കുറച്ചൊരു കളർ വരും. അത് മതിയെന്നുണ്ടെങ്കിൽ പിന്നെ കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദ കുറച്ചായിട്ട് ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു പ്രാവശ്യം മൈദ ചേർത്തിട്ട് 30 സെക്കൻഡ് ബീറ്റ് ചെയ്യുക, പിന്നെയും ചേർക്കുക, 30 സെക്കൻഡ് ബീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മതി. ഒരിക്കലും കുറേ നേരം വെച്ചിട്ട് ബീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആകുമ്പം ഓവർ ബീറ്റ് ആവും. അപ്പോൾ പിന്നെ നമ്മുടെ കേക്ക് ഭയങ്കര ഹാർഡായി പോവും. അതുകൊണ്ട് കുറച്ച് നേരം മാത്രം ഇങ്ങനെ ചെയ്യുക. ഇതിനേക്കാളും നല്ലത് നമ്മളൊരു സ്പാച്ചുല വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. ഇനി ഈ ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പിസ്തയും കൂടെ ചേർത്തിട്ട് ഒരു സ്പാച്ചുല വെച്ച് സൈഡ്സൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള ബേക്കിംഗ് സോഡയും വിനീഗറും കൂടെ മിക്സ് ചെയ്തിട്ട് ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ച് അതിങ്ങനെ ബബിളായിട്ട് വരുമ്പം നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഇതിന് പകരമായിട്ട് നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് കുറച്ച് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ആക്കിയിട്ട് ചേർത്താൽ മതി. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്താൽ മതിയാവും. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ കേക്ക് സോസ് പാനിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ സോസ് പാനിൻ്റെ താഴ്ഭാഗം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ കേക്ക് ടിന്നിലും ഇതേപോലെ തന്നെ ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. കേക്ക് ടിൻ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റാക്കിയതിന് ശേഷം ഇങ്ങനെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ചെമ്പിലേക്ക് ഇറക്കി വെച്ചിട്ട് ആക്കിയെടുത്താൽ മതി. ഇനി ഞാൻ ഈ സോസ് പാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ സാധാരണ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത്. ഒരു തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ സോസ് പാൻ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 25 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബേക്കാവുന്ന നേരം കൊണ്ട് നമുക്ക് കേക്കിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. ഞാനിപ്പോൾ കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസാക്കി എടുത്താൽ മതി. ഓവറായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇതാ നമ്മുടെ പിസ്ത ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഭാഗം നല്ലോണം പൊടിഞ്ഞാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പാലൊഴിച്ചിട്ടും ഇത് മിക്സ് ആക്കി എടുക്കാം. ഭയങ്കര ഫ്ലോയി ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആവരുത്, എന്നാൽ നല്ല തിക്കും ആവാൻ പാടില്ല. നമ്മൾ ഉള്ളിൽ വെക്കുന്നതാണ്, അപ്പം കുറച്ചൊരു കട്ടിയിൽ വേണം നിൽക്കാൻ, എന്നാൽ അധികം കട്ടിയാവാനും പാടില്ല. അങ്ങനെ വേണം. അപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായിട്ടുണ്ട്. അതൊന്ന് ചൂടാറിയപ്പം ഞാൻ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ വിടിയിപ്പിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ അതിങ്ങോട്ട് എടുക്കാം. നല്ല അടിപൊളിയായിട്ട് ബേക്കായിട്ടുണ്ട്. താഴ്ഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. കരിഞ്ഞിട്ടോ ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല. ഇനി ഞാൻ ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നേരത്തെ ഞാൻ വേറൊരു കേക്കിന് വേണ്ടിയിട്ട് ക്രീം ബീറ്റ് ചെയ്തിരുന്നു. ആ ബൗളിൽ തന്നെയാണ് ഈ ക്രീം ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 1 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്, റിറ്റ്സിൻ്റെതാണ്. അത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ടും ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മിക്സി യൂസ് ചെയ്യണ്ട. മിക്സിയിൽ ആകുമ്പം അത്ര അധികം അങ്ങോട്ട് പൊങ്ങിയിട്ട് കിട്ടൂല. അപ്പം നമുക്ക് ഒരു 4 മിനിറ്റ് കൊണ്ട് തന്നെ ഈ വിപ്പിംഗ് ക്രീം നല്ല അടിപൊളിയായിട്ട് ബീറ്റ് ചെയ്തിട്ട് കിട്ടും. ക്രീം നല്ല സ്റ്റിഫായി കഴിഞ്ഞാൽ ആ ബ്ലേഡിലുള്ള ക്രീം വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത് ലോ സ്പീഡിലിടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊന്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലേഡിലുള്ള ക്രീമും കൂടെ ബൗളിൻ്റെ സൈഡിലേക്ക് തെറിച്ച് പോകും. അങ്ങനെയാണ് ഞാൻ ചെയ്യലുള്ളത്. ഇനി നമുക്ക് ഈ സ്പോഞ്ച് കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ലെയർ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക, എന്നാൽ കട്ട് ചെയ്യാൻ നല്ല ഈസി ആവും. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുക്കാം. ഞാനൊരു നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള നോസിലാണ് നമുക്ക് ക്രീം അപ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പൈപ്പിംഗ് ബാഗ് ഗ്ലാസിൻ്റെ മേലെ വെച്ചിട്ടാണ് ഞാൻ ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലപോലെ ക്രീം ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. കേക്ക് വെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലും കണ്ടൻസ് മിൽക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നോർമൽ ഷുഗർ സിറപ്പ് എടുക്കാം, പക്ഷേ ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പാലും കണ്ടൻസ് മിൽക്കും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ ടേൺ ടേബിളിൻ്റെ മേലെ കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യം കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മേലായിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ഫസ്റ്റ് ലെയർ എന്ന് പറയുമ്പം നമ്മൾ ആദ്യമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ടോപ്പ് പാർട്ട്, അതാണ് ആദ്യം വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാലും കണ്ടൻസ് മിൽക്കും കൂടെ കൂടിയിട്ടുള്ള ആ മിക്സ് കൊണ്ട് ഒന്ന് വെറ്റാക്കി എടുക്കാം. ഇനി ഇതിൻ്റെ മേലെ നല്ല തിക്കായിട്ട് തന്നെ ഒരു ലെയർ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ക്രീം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു പാലറ്റ് നൈഫ് വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പിസ്തയും കണ്ടൻസ് മിൽക്കും കൂടെ കൂടിയിട്ടുള്ള മിക്സ് ഇതിൻ്റെ മേലെ കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു സ്പൂണോളം വെച്ച് കൊടുക്കാം. എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നമ്മുടെ സെക്കൻഡ് ലെയർ കേക്ക് വെച്ചിട്ട് നേരത്തെ ചെയ്തിട്ടുള്ള സെയിം പ്രൊസീജിയേഴ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആദ്യം കേക്ക് ഒന്ന് വെറ്റാക്കി കൊടുക്കുക. നമ്മുടെ പാലും കണ്ടൻസ് മിൽക്കിൻ്റെ മിക്സും കൊണ്ട് ആദ്യം അതൊന്ന് വെറ്റാക്കി എടുക്കുക. എന്നിട്ട് പിന്നെ ഒരു ലെയർ ക്രീം അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ആക്കി വെച്ചിട്ടുള്ള പിസ്തൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. ഈ സമയം പിസ്തൻ്റെ മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക, കാരണം നമുക്കിനി അത് ആവശ്യമില്ല. ടോപ്പ് ലെയറിൽ നമ്മൾ ഏതായാലും ഈ മിക്സ് യൂസ് ചെയ്യാൻ പോണില്ല. അപ്പം കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ലെയർ കേക്ക് വെച്ചിട്ട് അത് നമുക്കൊന്ന് വെറ്റാക്കി എടുക്കാം. പിന്നെ ഈ ലെയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് ലെയറാണ്, നമ്മുടെ കേക്കിൻ്റെ ഏറ്റവും താഴത്തെ ലെയറാണ്. അതിങ്ങനെ കമിഴ്ത്തിയിട്ട് വേണം വെച്ച് കൊടുക്കാൻ. അപ്പം നമ്മുടെ കേക്കിന് നല്ലൊരു ഷേപ്പ് കിട്ടും. ഇനി നമുക്ക് ആദ്യം കേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. സൈഡും മേലെയും ഒക്കെ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്യുക. കാരണം ഈ പിസ്തൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ ചിലപ്പം ചില ഭാഗത്തൊക്കെ തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രം കോട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുശേഷം നമുക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം.
ഞാൻ കേക്ക് കവർ ചെയ്തെടുക്കാൻ പോകുന്ന വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഡ്രോപ്പ് ജെൽ കളറാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അത് മിക്സ് ആക്കിയിട്ട് ഞാൻ പൈപ്പിംഗ് ബാഗിൽ എടുത്തേണ്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മുടെ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പോണത്. ഒരു ചെറിയൊരു ഗ്രീനിഷ് ടിൻറ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. എന്നിട്ട് പിന്നെ പാലറ്റ് നൈഫ് വെച്ചിട്ട് സൈഡും മേൽഭാഗവും ഒക്കെ നല്ല പോലെ ലെവൽ ചെയ്തെടുക്കുക. അങ്ങനെ ഇപ്പോൾ കേക്ക് നല്ലപോലെ ഫ്രോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ്സൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. ടിഷ്യൂ പേപ്പറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ക്ലീനായിട്ട് എടുക്കാൻ പറ്റും. ഇതിൻ്റെ സൈഡിലായിട്ട് ഞാനിങ്ങനെ ക്രോസ് ആയിട്ടുള്ളൊരു ഡിസൈൻ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് വരയ്ക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. ജസ്റ്റ് പാലറ്റ് നൈഫ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഞാൻ ഈ ചെയ്തിട്ടുള്ളത്. ആദ്യം ഇങ്ങനെ ചെരിച്ചിട്ട് ലൈൻ വരക്കും, പിന്നെ അത് ക്രോസ് ആക്കിയിട്ട് വരക്കും. അങ്ങനെയാണ് ആക്കിയിട്ടുള്ളത്. ഇനി ഞാൻ മേലെ 2 ഷെയ്ഡിൽ ഫ്ലവർ പോലെ ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുറച്ച് പ്ലെയിൻ വിപ്പിംഗ് ക്രീമിൽക്ക് ഞാൻ ഗ്രീൻ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 3-4 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് അത് മിക്സാക്കി നല്ല ഗ്രീൻ കളർ ആക്കിയാണ്. ഇനി ഞാൻ ഒരു നോസിലിട്ടിട്ട് അത് പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തേണ്. സ്റ്റാർട്ട് ടിപ്പ് നോസിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ആക്കിയിട്ടുള്ള ഡിസൈന് ഞാൻ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു വുഡൻ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ദൂരത്തുനിന്ന് നോക്കുമ്പോഴും നല്ലപോലെ ആ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഞാൻ ആ 2 ലൈൻസ് മീറ്റ് ചെയ്യുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ വൈറ്റ് പേൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ നേരത്തെ ആക്കിയിട്ടുള്ള ഗ്രീൻ കളർ വെച്ച് ഞാൻ താഴെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ബോർഡർ ലൈൻ ഉണ്ടാക്കുകയാണ്. ഇനി മേലെ ഫ്ലവർ വരയ്ക്കുമ്പോൾ ഡബിൾ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലേക്ക് ഗ്രീൻ വിപ്പിംഗ് ക്രീമും പിന്നെ പ്ലെയിൻ വിപ്പിംഗ് ക്രീമും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. രണ്ടും സെപ്പറേറ്റ് പൈപ്പിംഗ് ബാഗിലിട്ടിട്ടാണ് വെക്കണത്. എന്നിട്ട് ഈ ഒരു നോസിലാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അത് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് അടിപൊളിയാക്കുക. ഞാനിപ്പം അത്യാവശ്യം രസമാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് ഇതാ അവിടെ വേറൊരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. നല്ല ലെയേഴ്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്, വൈറ്റും ഗ്രീനും എല്ലാം കൂടെ കൂടിയിട്ട് കാണാൻ നല്ല രസമുണ്ട്. അപ്പം ഇനി ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ പിസ്തന്റെ ഫില്ലിംഗ് ഒക്കെ നല്ലോണം കഴിക്കാൻ കിട്ടുന്നുണ്ട്. അടിപൊളിയായിന്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്